രോഗം ശീലിച്ചവൻ, പാപം വഹിച്ചവൻ, രോഗം ശീലിച്ചവൻ, പാപം വഹിച്ചവൻ. കാൽവരി മലമുകൾ കൈകൾ വിരിച്ചവൻ, കാൽവരി മലമുകൾ കൈകൾ വിരിച്ചവൻ. രക്ഷിക്കും യേശുവിൻ പാദത്തിൽ സമർപ്പിക്കാം, രക്ഷിക്കും യേശുവിൻ പാദത്തിൽ സമർപ്പിക്കാം. ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ, അനുദിനവും പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ, അനുദിനവും പാടി വാഴ്ത്തുക. ഇത്രയും വാക്യം നമ്മൾ വായിച്ചതില് ഞാൻ അതിൽ ഒരേ ഒരു വാക്യം മാത്രമാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ വാക്യം 14-ാമത്തെ വാക്യമാണ്. 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. നീതി നിമിത്തമാണോ നിങ്ങൾ കഷ്ടം സഹിക്കുന്നത്? നമ്മൾ കഷ്ടം സഹിക്കുന്നത്, നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ കഷ്ടമുണ്ട്. പക്ഷെ എന്താണ് ദൈവത്തിന്റെ നീതി എന്ന് പറഞ്ഞാല്, ദൈവത്തിന്റെ നീതി യേശു കർത്താവിലൂടെ ഉള്ള രക്ഷയാണ് ദൈവത്തിന്റെ നീതി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, യേശു കർത്താവ് മുഖാന്തരം അല്ലെങ്കിൽ യേശു കർത്താവ് കാരണം നമ്മുടെ ജീവിതത്തിൽ കഷ്ടം അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? അതായത് അവരെ അണിഞ്ഞൊരുങ്ങുന്ന കണക്ക് നമ്മൾ അണിഞ്ഞൊരുങ്ങിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നീ ഇങ്ങനെ പോയിട്ടാണ് വൃത്തിയും കെട്ട്, എന്നാൽ നമുക്ക് വൃത്തിയുണ്ട്, പക്ഷെ എന്നാലും അവർ പറയുന്നത് എങ്ങനെയാണ്? നീ ഇങ്ങനെ പോയിട്ടാണ് എന്ത് ചെയ്ത് വൃത്തിയും കെട്ട് കോലവും കെട്ട് നടക്കുന്നത് എന്ന് പറയുന്നവരുണ്ട്. യേശു കർത്താവിനെ അറിഞ്ഞതിന്റെ പേരിൽ കുടുംബത്തിൽ കൂട്ടാത്തവരുണ്ട്, അല്ലേ? അങ്ങനെ നമ്മൾ കഷ്ടം അനുഭവിക്കുന്നുണ്ടോ? ഉണ്ട്, അല്ലെ? അതല്ലെങ്കിൽ നമുക്ക് ചില അവകാശങ്ങളെ, നിങ്ങൾ യേശു കർത്താവിന്റെ പുറകെ പോയെങ്കിൽ നിങ്ങൾക്ക് ഈ അവകാശങ്ങളൊന്നും തരത്തില്ല എന്ന് പറഞ്ഞ കഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ അല്ലെ ഉണ്ടാവാം. അങ്ങനെ പല രീതിയിൽ യേശു കർത്താവിനെ അറിഞ്ഞത് മൂലം കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പക്ഷെ ഇവിടെ പറയാണ്, നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ബൈബിൾ പറയാണ്, ആര് ലോട്ടറി എടുക്കുന്ന ആളല്ല ഭാഗ്യം, ലോട്ടറി അടിച്ചാലല്ല ഭാഗ്യവാൻ. ഒരു വലിയ വീടും കെട്ടി കാറൊക്കെ കിട്ടിയാൽ അതല്ല ഭാഗ്യവാൻ. ബൈബിൾ പറയുന്ന ആരാണ്? യേശു കർത്താവിന്റെ പേരില് ആരൊക്കെ കഷ്ടം അനുഭവിക്കുന്നോ അവരാണ് എന്ത്? ഭാഗ്യവാന്മാർ. എന്നിട്ട് അടുത്ത പറയാണ്, നമുക്ക് ഈ കഷ്ടം നമുക്ക് സഹിക്കുമ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാവും. ആദ്യം ഉണ്ടാകുന്ന പ്രശ്നം എവിടെയാണ്? നമ്മളെ ആരെങ്കിലും യേശു കർത്താവിന്റെ നാമത്തിൽ നമ്മളെ തള്ളിക്കളഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ബഹളം ഉണ്ടാക്കി, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ആദ്യം നമുക്ക് പ്രശ്നം ഉണ്ടാകുന്ന എവിടെയാണ്? എവിടെ ഉണ്ടാവും? നമ്മളെ ഹൃദയത്തിൽ അങ്ങോട്ട് പ്രശ്നമാവും, അല്ലേ? അപ്പൊ ഇവിടെ അടുത്ത പറയാണ്, എന്തൊക്കെയാണ് ആദ്യം ഉണ്ടാകുന്നത്? ആകെ ഒരു കലക്കം. നമ്മുടെ ഹൃദയം അങ്ങ് എന്ത് ചെയ്യും? കലങ്ങിപ്പോവും, അല്ലെ? പിന്നെ എന്താണ്? എല്ലാവരും എന്നെ തള്ളിക്കളയും, ഒരു പേടി നമുക്ക് വരും, അല്ലെ? പിന്നെ നമ്മൾ അവരെ പേടിക്കാൻ തുടങ്ങും. പക്ഷെ ഇവിടെ പറയാണ്, നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ, അവരുടെ ഭീഷണത്തിൽ ഭയപ്പെടുകയും കലങ്ങുകയും വരുത്. യേശു കർത്താവിന്റെ പേരിൽ നമുക്ക് എന്ത് വരും? കഷ്ടം വരും. കഷ്ടം വന്നാലും പറയാണ്, ആദ്യം എന്താണ് വരുന്നത്? കലക്കം, അല്ലെ? നമ്മുടെ ഹൃദയം അങ്ങോട്ട് കലങ്ങും. ദൈവം പറയാണ്, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങരുത്. രണ്ടാമത് പറയാണ്, പിന്നെ പറയാണ്, ഭയപ്പെടരുത്. പേടി വരുമോ? അയ്യോ, ഇനി ഇവര് നമ്മളെ ചേർക്കുവോ, ഇനി ഇവരുടെ കൂടെ നമ്മളെ കൂട്ടുവോ, അല്ലെങ്കിൽ ഇവർ നമ്മളെ ഒറ്റപ്പെടുത്തുവോ, അല്ലെങ്കിൽ ഇവർ, അങ്ങനെ പല ഭയവും നമ്മുടെ വീട്ടിൽ. പക്ഷെ കർത്താവ് പറയുന്നത്, പേടിക്കുകയും ചെയ്യരുത്, നിങ്ങൾ എന്ത് ചെയ്ത്? കലങ്ങുകയും ചെയ്ത്. കാരണം എന്താ അങ്ങനെ പറയാൻ? സകലത്തിന്റെയും അധികാരിയാണ് ആരുടെ കൂടെ ഉള്ളത്? എന്റെ കൂടെ ആരുണ്ടെന്ന് പലപ്പോഴും എനിക്ക് എന്തില്ല, അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പേടിക്കുന്നത്, അല്ലെ? നമ്മൾ ഈ ഒരു മനുഷ്യൻ, എനിക്ക് സ്നേഹത്തോടെ നിന്നൊരു മനുഷ്യൻ ഞാൻ കർത്താവിനെ അറിഞ്ഞപ്പോൾ എന്നെ വിട്ടുപോയി. നമ്മുടെ ആശ്രയം മുഴുവൻ എന്ത് ചെയ്ത്? അവനിലായിരുന്നു. പക്ഷെ ഈ ആശ്രയം പോയപ്പോൾ നമുക്ക് പേടിയായി, എന്താണ്, സങ്കടമായി, കലക്കമായി. പക്ഷെ ദൈവവചനം പറയാണ്, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ എന്ത് ചെയ്യണം? കലങ്ങുകയും വേണ്ട. കാരണം സർവശക്തനായ ദൈവമാണ് ആരുടെ കൂടെ ഉള്ളത്? എൻ്റെ കൂടെ ഉള്ളത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ആരുണ്ട്? സർവശക്തൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ എന്തെങ്കിലും കലങ്ങുകയും വേണ്ട. അടുത്ത വാക്യം പറയണം. അപ്പൊ ഒന്നാമത്തെ കാര്യം, കഷ്ടം അനുഭവിക്കുന്നവൻ എന്ത് ചെയ്യരുത്? പേടിക്കരുത്, കലങ്ങരുത്. രണ്ടാമത്, എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിക്കും. ഞാൻ പറഞ്ഞു, ഈ കലക്കം വരുമ്പോ ആദ്യം നമുക്ക് ഇവിടെ പ്രശ്നമാവും, അല്ലെ? ഈ പ്രശ്നമാകുമ്പോ ഇവിടെ ഇരിക്കുന്ന കർത്താവിന് പിന്നെ ഇവിടെ ഇല്ല, സ്ഥാനമില്ല. പിന്നെ ഇവിടെ മുഴുവൻ എന്താണ്? എന്നാലും അവരങ്ങനെ പറഞ്ഞല്ലോ, അല്ലേ? എന്നാലും അവരങ്ങനെ ചെയ്തല്ലോ. ഇവിടെ മുഴുവൻ എന്താണ്? കർത്താവിനെ അങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇവിടെ മുഴുവൻ പ്രശ്നങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ പറയാൻ എന്താണ്? നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങൾ ഈ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ എന്ത് ചെയ്യണം? വിശുദ്ധീകരിക്കണം.
ദൈവത്തിന് കൊടുക്കേണ്ടുന്ന സ്ഥാനം ആ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ മാറിപ്പോവുകയും ചെയ്യരുത്. കർത്താവിന്റെ ഇരിക്കേണ്ടുന്ന ആ ഇടം നമുക്ക് എപ്പോഴും അവന് വേണ്ടി അശുദ്ധമായതിനെ കൊണ്ട് നിറച്ച് പക, വിദ്വേഷം, അല്ലെ, സങ്കടം, ഇതെല്ലാം കൊണ്ട് നിറച്ച് എന്ത് ചെയ്ത് അവന്റെ വിശുദ്ധ സ്ഥലത്തെ നമ്മൾ എന്താക്കരുത്, അശുദ്ധമാക്കരുത്. കർത്താവിന് നമ്മുടെ വിശുദ്ധീകരിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഹൃദയത്തിൽ അവനെ ഇരുത്തണം. മനസ്സിലായ? അപ്പൊ ആദ്യം എന്ത് ചെയ്യാൻ പറ്റുന്നത്, കഷ്ടം നീതി നിമിത്തം നിങ്ങൾ കഷ്ടം സഹിക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യരുത്, മറന്നുപോയ, ഭയപ്പെടരുത്, കലങ്ങിപ്പോകരുത്. 2, ഹൃദയത്തിൽ കർത്താവിന് എന്ത് ചെയ്യണം, വിശുദ്ധീകരിക്കണം. അടുത്ത പറയാണ്, നിങ്ങളുടെ പ്രത്യാശയെ കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. അല്ലെ, നമ്മളെ തള്ളിക്കളയും, നമ്മളെ ഒറ്റപ്പെടുത്തും, പക്ഷെ അവസാനം നമ്മുടെ അടുത്ത് വരും. എന്തിനാണ് നീ എന്തിനിങ്ങനെ പോയത് എന്ന് ചോദിക്കാനായിട്ട് നമ്മുടെ അടുത്ത്. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും തിരിച്ച് പ്രതികരിക്കുന്നത്? അന്നേരം നമ്മളിലുള്ള കലിപ്പെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചങ്ങോട്ട് പറയാൻ തുടങ്ങും. പണ്ട് നമ്മൾ അങ്ങനെ നടന്നപ്പോഴത്തേക്കും ആരും ചോദിക്കാനൊന്നും ഇല്ലായിരുന്നു, അല്ലെ? ഇപ്പം നമ്മുടെ അവസ്ഥ മാറിയപ്പോഴത്തേക്കും ഇപ്പൊ വന്നിരിക്കും. നമ്മളെ പറയുന്നത് ഒന്നാമത് എങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും. ഞാൻ ഉൾപ്പെടെ പറയുന്നത് ഇങ്ങനെ. പക്ഷേ ബൈബിൾ ദൈവവചനം പറയാണ്, നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ പ്രത്യാശ എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ പോയി, എന്തുകൊണ്ട് ഈ കർത്താവിനെ നിങ്ങൾ മുറുകെ പിടിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിന് എന്ന് പറയുന്നവരോട് നമ്മൾ സൗമ്യതയോടെ പറയാനായിട്ട്, സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് ഉത്തരം പറയാനായിട്ട് എന്ത് ചെയ്യണം, ഒരുക്കത്തോടെ ചെയ്യണം. കാരണം ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞോ, ആരൊക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്തി, അവരെല്ലാം എവിടെ വരും, നിങ്ങളുടെ അടുത്തിൽ കർത്താവ് കൊണ്ടുവരും. കാരണം സർവശക്തനാണ് നമ്മുടെ കൂടെ ഉള്ളത്. തള്ളിക്കളഞ്ഞവനെ അവന്റെ മുമ്പിൽ എന്ത് ചെയ്യും, അവൻ കൊണ്ടെത്തിക്കുമ്പോൾ ഞാൻ എങ്ങനെ പറയണമെന്ന് സൗമ്യതയോടെ ഭയഭക്തിയോടുകൂടെ ഞാൻ ഉത്തരം പറയാനായിട്ട് ഒരുക്കത്തോടെ ഇരിക്കണം. അടുത്ത വാക്യം, ക്രിസ്തുവിലുള്ള നിങ്ങളുടെ നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നത് ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായിരിക്കണം. മനസ്സിലാകുന്നോ? നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ നല്ല മനസാക്ഷി എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ നിൽക്കുമ്പോൾ കർത്താവേ എനിക്ക് ഒരു കുറ്റബോധവും ഇല്ലാതെ നിൽക്കാനായിട്ട് എനിക്ക് പറ്റണം. അല്ലേ? ഞാൻ കലക്കം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നല്ല മനസാക്ഷിയാണോ? ഇല്ല, നല്ല മനസാക്ഷിയല്ല. സങ്കടം ഉണ്ടെങ്കിൽ നല്ല മനസാക്ഷിയാണോ? അല്ല. കർത്താവിന്റെ സന്നിധി നിൽക്കുമ്പോൾ, കർത്താവേ ഏത് സാഹചര്യത്തിലാണ് ഞാൻ കടന്നു പോയെങ്കിലും അതിന്റെ ഒക്കെ നടുവിൽ നീ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഉറച്ച വിശ്വാസം എൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, എൻ്റെ സങ്കടം മാറും, എൻ്റെ നിരാശ മാറും, എൻ്റെ പക മാറും, എൻ്റെ വിദ്വേഷം മാറും, സകലവും മാറും. അപ്പൊ എൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും, നല്ല മനസാക്ഷിയോടുകൂടെ എനിക്ക് ദൈവത്തിന്റെ സന്നിധി നിൽക്കാനായിട്ട് കഴിയും. അപ്പൊ ഇന്ന് ഈ ഒരു 4 കാര്യമാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, എന്താ, നീതി നിമിത്തം കർത്താവിന്റെ നാമത്തിൽ നമ്മൾ ആരെങ്കിലും കഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഒരു തള്ളപ്പെടലോ ഒറ്റപ്പെടലോ നമ്മൾ അനുഭവപ്പെടുന്നെങ്കിൽ കർത്താവ് പറയുന്ന ഒരു കാര്യം എന്താണ്, നിങ്ങൾ ഭയപ്പെടണ്ട, കലങ്ങണ്ട, കാരണം സർവശക്തനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അടുത്തത് എന്താണ്, കർത്താവിന്റെ ഹൃദയത്തിൽ എപ്പോഴും നമ്മൾ എന്താണ്, ദൈവമേ ഒരു പാപവും എൻ്റെ ജീവിതത്തിൽ വരാതെ, ഈ പ്രശ്നങ്ങൾ മുഖാന്തരം ഒരു അസ്വസ്ഥതയും എൻ്റെ ഹൃദയത്തിൽ വരാതെ, കർത്താവ് നീ ഇരിക്കേണ്ടുന്നിടത്ത് ഞാൻ മറ്റൊന്നിനെയും വെക്കാതെ നീ വിശുദ്ധനായ ദൈവത്തിൽ ഇരിക്കാൻ പറ്റിയ ഒരിടമായിട്ട് എൻ്റെ ഹൃദയത്തെ എന്ത് ചെയ്യണം, മാറ്റണം. മൂന്നാമത്, നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്നവരോട് ഉത്തരം പറയാൻ വളരെ സൗമ്യതയോടെ ദൈവഭക്തിയോടുകൂടെ നമുക്ക് ഉത്തരം പറയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരുങ്ങിയിരിക്കണം. അടുത്തത്, നല്ല മനസാക്ഷി. എല്ലാ കാര്യം കഴിയുമ്പോഴും എനിക്ക് ദൈവത്തിന് മുമ്പിൽ, കർത്താവേ ഞാൻ നല്ല മനസാക്ഷിയോടെയാണപ്പാ, എനിക്ക് സ്വസ്ഥതയോടാണപ്പാ, ഞാൻ സമാധാനത്തോടെയാണ്, ഏത് പ്രശ്നങ്ങളുടെയും നടുവിൽ ഞാൻ നല്ല മനസാക്ഷിയോടെയാണെന്ന് എനിക്ക് ദൈവത്തോട് പറയാനായിട്ട് കഴിയണം. ദൈവം അനുഗ്രഹിക്കട്ടെ.